ഹായ് എവ്രിവൺ, ടെക് മലയാളത്തിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷന്റെ പേരാണ് സ്ക്രീൻ ട്രാൻസ്ലേറ്റ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നെറ്റിൽ സെർച്ച് ചെയ്യാണ്, അപ്പോൾ അധികവും അതിപ്പോൾ വിക്കിപീഡിയയിലായാലും ശരി അല്ലെങ്കിൽ വേറെ എന്തിലായാലും ശരി, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് ഇംഗ്ലീഷിൽ വരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യും, അതിൽ നിന്ന് ആ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് അത് പിന്നെ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ ഇട്ട് എന്നിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ലാംഗ്വേജിലായിരിക്കും അത് മനസ്സിലാക്കുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പേജിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പാരഗ്രാഫ് ആ ഒരു പേജിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വേണമെങ്കിൽ ആ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. പ്ലേ സ്റ്റോറിൽ നിന്നിട്ട് ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഈ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്രീൻ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഈ ആപ്പ്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ റേറ്റ് ആപ്പ് എന്ന് കാണാം. ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ട്രാൻസ്ലേഷൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയി ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്പ് വർക്ക് ആവുന്നത്. ഇവിടെ സോഴ്സ് ലാംഗ്വേജ് അതുപോലെ ടാർഗറ്റ് ലാംഗ്വേജ് കാണാൻ സാധിക്കും. ഇതിൽ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏത് ലാംഗ്വേജിലേക്കാണോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് ആണ്. ഇത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഇംഗ്ലീഷ് എന്നാണ് കാണുന്നത്, അത് നമുക്ക് മലയാളം ആക്കി കൊടുക്കാം. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് നമുക്ക് സ്ക്രീനിന്റെ ഏത് സൈഡിൽ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടത്, ഏത് പാരഗ്രാഫ് ആണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യണം. ഞാൻ ഓൾറെഡി ബ്രൗസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഐക്കൺ നമ്മൾ ഇവിടെ കൊണ്ടുവരാം. നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്ത് ഈ ഒരു ആരോ വരുന്ന രീതിയിൽ നമ്മളിത് പ്ലേസ് ചെയ്യാം. നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾ മലയാളം സെലക്ട് ചെയ്തുകൊണ്ട് മലയാളത്തിൽ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കിത് കോപ്പി ചെയ്യാൻ പറ്റും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പീഡ് എന്ന് കാണിക്കും. ഇനി നമുക്ക് അത് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ നോട്ട്സിലാണ് പേസ്റ്റ് ചെയ്തു. സോ ഇതുപോലെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. പ്ലേ സ്റ്റോറിൽ ഇത്തരത്തിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയ ആപ്ലിക്കേഷൻ ആണ് സ്ക്രീൻ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞത്. സോ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും അറിയില്ലെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റു നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.